ഒരു പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടുമായിരുന്നു. ആൾക്കാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അഹങ്കാരി എന്നുള്ളൊരു ലേബൽ എല്ലാ കാലത്തും എൻ്റെ മുകളിലുണ്ടായിരുന്നു. ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് അതിന് നമുക്ക് വിഷസൊക്കെ അറിയിച്ചു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ നാട്ടുകാരെ പേടിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രവാസം മതിയാക്കി തിരിച്ചു വരുന്നത് നമ്മളൊരു തോൽവി ആയതുകൊണ്ടാണോ എന്നുള്ള രണ്ട് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതുപോലെ കാനഡയിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും ഇതുപോലെ നാട്ടിൽ കാനഡയിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരാണ്, പക്ഷേ നമുക്ക് നാട്ടിൽ പോകാൻ പേടിയാണ്. നാട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്, അതല്ലെങ്കിൽ കാനഡയിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാണ്, പക്ഷെ നമുക്ക് നാട്ടുകാർ എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ പോകാത്തതെന്ന്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സിമ്പതിയുണ്ട്. അവരുടെ സാഹചര്യം കൊണ്ടാണ് അവർക്ക് നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റാത്തത്. കാരണം അത്രയേറെ പ്രഷർ അവർക്ക് ഉണ്ടാകും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ നാട്ടുകാരെ നോക്കി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി പല ആൾക്കാരും പലതും പറയും, നീ അതൊന്നും നിനക്കതൊന്നും വിഷമമാകാൻ പാടില്ല, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന്. അവരോടൊക്കെ ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യമുള്ളൂ, ഞാൻ നാട്ടുകാരെ നോക്കിയല്ല ജീവിക്കുന്നത്, ഞാൻ നാട്ടുകാരുടെ പൈസയ്ക്കല്ല പോയത്. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമാണ്, അല്ലാതെ വേറെ ആർക്കും അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ പേരൻസിന് ഇതുപോലെ നമ്മൾ തിരിച്ചു വന്നതിലൊക്കെ വിഷമം ഉണ്ടാകും, പക്ഷേ അവർക്കും ഒരു പരിധി വരെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ റോളുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും നമ്മളുടെ ജീവിതത്തിൽ വലിയ റോളൊന്നുമില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ജീവിക്കണം, പ്രവാസത്തിൽ പോയി ജീവിക്കണോ അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്നിട്ട് ജീവിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം എൻ്റെ കാനഡയുടെ ലൈഫ് എത്രമാത്രം ദുരിതപൂർണ്ണമായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെടുമായിരുന്നു. അത്രയും ഹെൽത്ത് കണ്ടീഷൻ മോശമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു ബെറ്റർ ലൈഫ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല. ഇപ്പം ഹെൽത്ത് മോശമല്ലായിരുന്നെങ്കിലും പിന്നെ അവിടെ നമ്മൾ വിചാരിക്കുന്ന ഒരു ബെറ്റർ ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഈ പറയുന്ന സാധാരണ ജോലികൾ ചെയ്ത് ആ ജോലി മോശമാണോ നല്ലതാണോ എന്നുള്ള ഇതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അത്തരം ഒരു ജോലികൾ ചെയ്ത് നമ്മൾ ജീവിതകാലം മുഴുക്കെ മുന്നോട്ട് പോകേണ്ടി വന്നേനെ. ഇപ്പോൾ MBA കഴിഞ്ഞിട്ട് നമുക്ക് ഒരു B ലെവൽ ജോലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാനഡയിൽ കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ അവിടെ നിൽക്കണോ പിന്നെ തിരിച്ചു വരണോ എന്നൊക്കെയുള്ളത് പൂർണ്ണമായിട്ടും നമ്മളുടെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഞാൻ ആരെയും പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് തിരിച്ചു വന്നു അല്ലെങ്കിൽ എന്തായിരുന്നു പ്രശ്നം എന്നൊന്നും ഞാൻ ആരെയും കൺവിൻസ് ചെയ്യാൻ പോയിട്ടില്ല. എൻ്റെ അടുക്കെ ചോദിച്ച ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു. അല്ലാതെ അതിനപ്പുറത്തേക്ക് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊന്നും ഞാൻ കൺവിൻസ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ അവിടെ വെച്ച് തന്നെ ഈ പറയുന്ന ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പതുക്കെ നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം സാഹചര്യം ഇതുപോലെയാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പതുക്കെ ഇങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ തിരക്കി. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വേക്കൻസികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഔചാരിതമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ചിന്മയ മിഷൻ്റെ PRO അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അവിടെ വേക്കൻസി കണ്ടത്. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ മനോരമ ന്യൂസിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും 2 സെക്ഷനിലായിരുന്നു. അദ്ദേഹം മനോരമ ന്യൂസിൻ്റെ സീനിയർ റിപ്പോർട്ടറായിരുന്നു, ഞാൻ മനോരമ ന്യൂസ് ഓൺലൈനിലായിരുന്നു. നമ്മൾ കുറച്ച് 1-2 വട്ടം കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ പരിചയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഹായ് പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, അറിയാം, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, എന്തായാലും നാട്ടിലേക്ക് വരുവാണെങ്കിൽ വരും, വന്നിട്ട് പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു.
അത്ര തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെന്താ പറയുക, അദ്ദേഹം എനിക്ക് ആ ഒരു സപ്പോർട്ട് തന്നപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലോട്ട് വരാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ജോലി ഉറപ്പൊന്നുമില്ല. വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൂ എന്നൊരു വാക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വന്നിട്ട് എന്ത് ചെയ്യും, എന്ത് ജോലി ചെയ്യും, എങ്ങനെ ജീവിക്കും, നിങ്ങൾ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം അവരോടൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ, കുഴപ്പമില്ല ജീവിക്കും, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ കടം വീട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളതൊന്നും എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടി, എന്നൊരു വാക്ക് മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ. അല്ലാതെ കൂടുതലും വല്ല എക്സ്പ്ലനേഷനും കാര്യങ്ങൾക്കും ഒന്നും പോയിട്ടില്ല. എല്ലാ കാലത്തും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വലുതായിട്ട് അങ്ങനെ ആൾക്കാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അഹങ്കാരി എന്നുള്ളൊരു ലേബൽ എല്ലാ കാലത്തും എൻ്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ എനിക്ക് ചിന്ന മെഷീനിൽ ജോലി കിട്ടാൻ എൻ്റെ കൊളീഗായിരുന്ന ആ സാറ് ഹെൽപ്പ് ചെയ്തത് മാതിരി ഉള്ളൊരു ഹെൽപ്പ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. അല്ലാതെ അതിന് നാട്ടുകാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ആരുണ്ട് ആരില്ല എന്നുള്ളത്. നമ്മുടെ കൂടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മിക്കവാറും ആരും കാണാറില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഈ ഒരു ഒറ്റ ലൈഫ് പാഴാക്കി കളയുന്നത്? പിന്നെ ഈ പ്രവാസത്തിൽ നിന്ന് മതിയാക്കി നാട്ടിൽ തിരിച്ചു വന്നാൽ തോറ്റു തുന്നം പാടുമോ എന്ന് ഉള്ള ചോദ്യം, എൻ്റെ അനുഭവത്തിൽ തോറ്റു തുന്നം പാടത്തില്ല. കാരണം എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു ഓൺലൈൻ വെഞ്ചർ തുടങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സമയവും സാവകാശവും ഒക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ സന്തോഷവും സമാധാനമാണ് നമുക്ക് വലുത്. എനിക്ക് നാട്ടിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു ശരിക്കും. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം കാനഡയിൽ വെച്ചിട്ട് ഞാൻ എന്തുമാത്രം ഡള്ളായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. കണ്ടിന്യൂസ് വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ജോബ് ആയിട്ടില്ല, പക്ഷേ എന്നാൽ പോലും നമ്മൾക്ക് ഉള്ളൊരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു അന്യരാജ്യത്ത് കിട്ടത്തില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് വാതിലുകൾ തുറന്നു കിട്ടും. അതിന് പക്ഷേ വിചാരിക്കണം, നമ്മൾ അയ്യോ പിന്നെ നമ്മൾ നാട്ടിൽ തിരിച്ചു വന്ന് നമ്മളൊരു ഫെയിലിയർ ആണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വാതിലുകളൊന്നും തുറന്നു കിട്ടത്തില്ല. പക്ഷേ നമ്മൾ നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ എവിടെ ജീവിക്കണം, എവിടെ ഒരു ലൈഫ് കെട്ടിപ്പടുക്കണം എന്നൊക്കെയുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മുടെ തീരുമാനമല്ലേ. അതിപ്പോൾ കാനഡയിൽ വേണോ, അമേരിക്കയിൽ വേണോ, അല്ലെങ്കിൽ കൂത്താട്ടുകുളത്ത് വേണോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ വേറെ ആരുടെയും അഭിപ്രായങ്ങൾ തേടുകയോ അല്ലെങ്കിൽ വല്ലവരും എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ജീവിതകാലം മൊത്തം നരകിച്ച് കഴിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് അയച്ച പേഴ്സണൽ മെയിലുകൾ കണ്ടിട്ട് പലതും എനിക്ക് നല്ല വിഷമം തോന്നിപ്പോയി. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ജനറൽ ലേബറൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു നല്ല വിഷമം ഉണ്ടായിരുന്നു. അവർ ആദ്യമേ തന്നെ തിരിച്ച് നാട്ടിൽ വന്നിട്ടെങ്കിൽ ഒന്നുമെങ്കിൽ അവർക്ക് പഴയ ജോലി കിട്ടിയേനെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടിയേനെ. പക്ഷേ ഇപ്പം സമയം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 18 ലക്ഷം രൂപ പിന്നെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റാത്ത കടബാധ്യതയായി ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തിയേനെ. ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തെന്നിരുന്നേക്കാം. എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. നമ്മളത് ജീവിച്ച് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന മാതിരി നമുക്കൊരു ചിന്തയുണ്ട്, ആൾക്കാർ നമ്മളെക്കുറിച്ച് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നമ്മളെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർക്കൊക്കെ വേറെ പണിയുണ്ട്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. നമ്മൾ മാത്രമേ ഇങ്ങനെ അയ്യോ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്നുള്ളൂ. ഒരു ഫംഗ്ഷന് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബ സദസ്സുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യം ടോപ്പിക്കായിട്ട് എടുത്തിടുമായിരിക്കും. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. അവർക്ക് വേറെ പണിയില്ലേ, അവർക്ക് അവരുടെ പിള്ളേരുടെ കാര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനാണോ സമയം?
നമ്മൾ എങ്ങനെ നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നോ അതുപോലെ തന്നെ അവരും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം ബന്ധുക്കളെ നോക്കിയിട്ട് ജീവിക്കണോ അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് നോക്കി ജീവിക്കണോ എന്നൊക്കെ ഉള്ളത് അൾട്ടിമേറ്റ്ലി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരിക്കലും അങ്ങനെയല്ല ജീവിക്കുന്നത്. എന്താ, ഞങ്ങൾ നാട്ടിലോട്ട് വന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹെൽപ്പിന് നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയോടൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചേച്ചി ഇതുപോലെ ഇതായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നത്, പിന്നെ നമ്മൾ ഇനി പോകുന്നില്ല എന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം ചോദിച്ചത്, അയ്യോ നാണക്കേടാണ്, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോട് പറയരുതേ, പിന്നെ നിങ്ങൾ ഒന്നാമത് വന്നു എന്നുള്ളത് തന്നെ നാണക്കേടാണ്, പിന്നെ എന്ത് ജോലി ചെയ്തു എന്നുള്ളത് പറഞ്ഞു നടക്കുന്നത് നാണക്കേടാണ്. അതിലെന്താണ് നാണക്കേടാണുള്ളത്? ഞാൻ ആരെയും പിടിച്ചു പറിക്കുകയോ അല്ലെങ്കിൽ പിന്നെ കൊലപാതകം ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. ഞാനൊരു രാജ്യത്ത് പോയി, ആ രാജ്യത്ത് പോയിട്ട് അതെനിക്ക് വർക്കൗട്ടായില്ല, ഞാൻ തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. അതിൽ ആർക്കും എന്ത് നാണക്കേട് വരാനുള്ളത്? വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വന്ന് ജീവിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. നമുക്ക് സുഖസുന്ദരമായിട്ടൊരു നാടുണ്ട്. ആ നാട്ടിൽ തിരിച്ചു വന്ന് ജീവിക്കണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ നാട്ടുകാരെ നോക്കിയിട്ട് നമ്മൾ തീരുമാനങ്ങളെടുത്ത് ജീവിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ വെറുതെ വൃഥാവിലാക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ അനുഭവിക്കുന്നൊരു സന്തോഷ സമാധാനം ഉണ്ടല്ലോ. ഇപ്പം പലരും വിചാരിക്കും ഞാൻ എൻ്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്തെന്ന്. എൻ്റെ കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ കാനഡയിലെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് വിഡ്രോ ചെയ്തു. പക്ഷേ ഞാനിവിടെ വന്നതിൻ്റെ എൻ്റെ ജോലി കയറിയതിൻ്റെ ഒരു നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ചെയ്തത് അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ കോഴ്സിന് ചേർന്നു. അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനായിട്ട് ഞാൻ ചേർന്നിട്ടുണ്ട് പഠിക്കാൻ. എൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 വർഷം കൊണ്ട് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കും. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ CDA എന്ന് പറഞ്ഞൊരു അക്കാദമിയിൽ ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ അറിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഈ പറയുന്ന നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഉണ്ടാകത്തില്ല. നമുക്ക് മുന്നോട്ട് നമുക്കൊരിക്കലും പോകാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിച്ചിരുന്നു, നിങ്ങളെന്താ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നല്ല ടേംസൊന്നും അല്ലേ, നിങ്ങളെന്താ അവിടെ പോയിട്ട് നിൽക്കാത്തതെന്ന്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫുണ്ട്. എൻ്റെ പേരൻസ് വന്ന സമയത്ത് പറഞ്ഞതായിരുന്നു, വേണമെങ്കിൽ കുട്ടി അവിടെ നിർത്തിയേരെ, കൊച്ചിനെ ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോലിയായ സ്ഥിതിക്ക് നീ വേണമെങ്കിൽ കൊച്ചിയിൽ എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റായിട്ട് പോലെ നിൽക്കുമോ, ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് എൻ്റെ കൊച്ചിനെ പിരിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ പിരിഞ്ഞിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കഷനൊന്നും നിന്നില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അവരും അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലാതെ നമ്മൾ ഒരുപാടായിട്ട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അത് നാശമാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ്സ് ഓൾ യുവർ ഡിസിഷൻ ആൻഡ് ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. ഇപ്പോൾ പ്രവാസത്തിൽ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ജീവിക്കുന്നത് ഒരിക്കലും ഒരു തോൽവിയല്ല. കാരണം അത് നമ്മുടെ നാടാണ്. ഇപ്പോൾ കാനഡ നിങ്ങൾക്ക് ഫിറ്റായില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ വേറെ സ്ഥലം നിങ്ങൾക്ക് ഫിറ്റായില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ നാട് എല്ലാ കാലത്തും നമ്മളെ വെൽക്കം ചെയ്യുന്ന, നമ്മളവിടെ ഫസ്റ്റ് സിറ്റിസണാണ്. അങ്ങനെയുള്ളൊരു നാടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? അപ്പോൾ ഏതായാലും ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണുന്നതാണ് വരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഞാൻ തോൽവിയാന്ന് പറഞ്ഞ ആൾക്കാരോട്, ഞാൻ ഒരിക്കലും ഒരു തോൽവിയല്ല. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തോൽവി ആകുകയില്ല. അപ്പോൾ ഏതായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.